ഈ ദിവസങ്ങളിലൊക്കെ സ്കൂളുകളിലൊക്കെ ധാരാളം പേരൻറ്റിങ് സെമിനാറുകളൊക്കെ നടത്തുകയായിരുന്നു. പേരൻസുമായിട്ട് ഒരുപാട് ഇടപെടാനൊക്കെ അവസരം ഉണ്ടായി. അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിലും പേരൻസുമായിട്ടുള്ള ധാരാളം ഇൻട്രാക്ഷൻസൊക്കെ നടക്കുന്നുണ്ട്. ഒരുപാട് പേര് പേഴ്സണലായിട്ട് എനിക്ക് വാട്സാപ്പിലൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഞാൻ തിരഞ്ഞെടുത്ത ഒരു 4 ചോദ്യങ്ങൾ, പ്രധാനമായിട്ടും നിരന്തരമായിട്ടും ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ, ഒരു 4-5 ചോദ്യങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട്. ആ ചോദ്യങ്ങളുടെ ഉത്തരമായിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. തീർച്ചയായിട്ടും പേരൻസിന് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിരിക്കും. ഇത്തരം കാര്യങ്ങൾ ഒക്കെ കൂടുതലായിട്ട് ചർച്ച ചെയ്യാനൊക്കെ അവസരം കിട്ടുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. പേരൻസിനെല്ലാം നല്ല ഹാപ്പി ആയിട്ടിരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും പേരൻസ് പഠിക്കാനായിട്ട് തയ്യാറാകുക. പേരൻറ്റിങ് എന്ന് പറയുന്ന ഒരു സയൻസും അല്ല, ആർട്ടും അല്ല. പേരൻറ്റിങ് എന്ന് പറയുന്നത് ഒരു സയൻസും ആർട്ടും എല്ലാം ചേരുന്നൊരു മിശ്രിതമായ ഒരു പ്രവർത്തനമാണ്. അപ്പോൾ അതിനകത്ത് കുറച്ച് ശാസ്ത്രമുണ്ട്, കുറച്ച് കലയുണ്ട്, അതുപോലെ തന്നെ കുറച്ച് ജ്ഞാനമൊക്കെ അതിനാവശ്യമാണ്. അപ്പോൾ വളരെ വളരെ തോട്ട്ഫുള്ളായിട്ട് ചെയ്യേണ്ട ഒരു പ്രവർത്തനമാണ്. പിന്നെ നമ്മുടെ കുഞ്ഞിനനുസരിച്ചാണ് നമ്മുടെ പേരൻറ്റിങ് രൂപപ്പെട്ട് വരേണ്ടത്. അല്ലാതെ ഏതെങ്കിലും ഒരു സ്റ്റൈലൊന്നും, ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും ഒരു സ്റ്റൈലൊന്നും കുട്ടികൾക്ക് വേണ്ടി നമുക്ക് എടുക്കാനായിട്ടൊന്നും ഇല്ല. നമ്മുടെ കുട്ടി വളരെ ജെനുവിനാണ്, യുണീക്കാണ്. ആ കുട്ടിക്ക് വേണ്ട രീതിയിൽ നമ്മുടെ പേരൻറ്റിങ് ഉയർന്നു നിന്നില്ലെങ്കിൽ അതിൻ്റേതായ കുറവുകൾ നമ്മുടെ കുട്ടിക്കുണ്ടാകും. വാച്ച് ദിസ്. സാധാരണയായിട്ട് പേരൻസൊക്കെ ചോദിക്കുന്നൊരു ചോദ്യമാണ്, കുട്ടികൾക്ക് ഇപ്പോൾ കല്യാണം കഴിക്കാനൊന്നും താല്പര്യമില്ല. പല ചെറുപ്പക്കാരും കല്യാണക്കാര്യം പറയുമ്പോൾ തന്നെ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു, അല്ലെങ്കിൽ പിന്നാട്ടെന്ന് പറയുന്നു. ചിലരൊക്കെ വളരെ വയലൻ്റായിട്ട് അതിനോട് പ്രതികരിക്കുന്നു. ഇങ്ങനെയൊക്കെ വരുമ്പോൾ പേരൻസ് ഭയങ്കരമായിട്ട് പേടിച്ചു പോവുകയും എന്താണ് എൻ്റെ കുട്ടിക്ക് കുഴപ്പമെന്നൊക്കെ ചോദിക്കാറുണ്ട്. വളരെ നോർമലായിട്ടുള്ള കുട്ടികളാണ്, അവർക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളതായിട്ടൊന്നും അവർക്ക് അറിയില്ല. അങ്ങനെയുള്ള കുട്ടികൾ എന്തുകൊണ്ടാണ് കല്യാണം കഴിക്കാൻ താല്പര്യം കാണിക്കാത്തത്? പലപ്പോഴും ഇതിന് ഒരു പേരൻറ്റിങ്ങിൻ്റെ തന്നെ ഒരു ഡെഫിഷ്യൻസി അതിലുണ്ടാവാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ നമ്മൾ ചെറിയ പ്രായം മുതലേ കുട്ടികളെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഒരു സ്വാധീനം കൊടുത്ത്, ജീവിതത്തിൻ്റെ ഒരു നല്ല അനുഭവങ്ങളൊക്കെ കൊടുത്ത് കുട്ടികളെ വളർത്തുമ്പോൾ കുറേ കൂടെ റിലേഷൻഷിപ്പിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുകയും ഫാമിലി ടൈമിന് ഇമ്പോർട്ടൻസ് കൊടുക്കുകയും ഒരു കുടുംബജീവിതത്തിൻ്റെയൊക്കെ ഒരു ആസ്വാദനം കുട്ടികൾക്ക് സാധ്യമാക്കി കൊടുക്കുകയൊക്കെ ചെയ്യാൻ പലപ്പോഴും ഇത്തരം പേരൻസ് ശ്രമിച്ചിട്ടില്ലെന്നുള്ളതാണ് ഞാൻ ഇങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് കൂടുതൽ സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. കാരണം ഫാമിലി ടൈമില്ല, അതുപോലെ തന്നെ കുട്ടികളോടൊപ്പം സമയം ചിലവഴിക്കുന്നില്ല, അവരുമായിട്ട് ബന്ധുമിത്രാദികളും അടുത്തൊന്നും പോകുന്നില്ല, അതുപോലെ തന്നെ ഫെലോഷിപ്പുകളില്ല, കൂടിവരവുകളില്ല, എപ്പോഴും മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ മാത്രം, പഠിത്തം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, കരിയർ, ഫ്യൂച്ചർ, ഇത്തരത്തിൽ ഭയങ്കര എക്സ്ട്രീംലി സ്ട്രീം ലൈൻ ചെയ്ത് എക്സ്ട്രീംലി ഓർഗനൈസ് ചെയ്ത് കൊണ്ടുപോകുന്ന കുട്ടികൾ ഒരു പെട്ടെന്നൊരു ടൈമിൽ ഒരു ജോലിയൊക്കെ കിട്ടിക്കഴിയുമ്പോൾ അവരോട് വിവാഹം കഴിക്കാൻ പറയുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും ആ ഒരു കാര്യത്തിലൊരു കോൺസെപ്റ്റോ ആ ഒരു കാര്യത്തിലൊരു ഫിലോസഫിയോ ആ ഒരു കാര്യത്തിലൊരു ഇൻട്രസ്റ്റോ ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. പിന്നെ അതിൻ്റെ കൂടെ ഈ അവർ കണ്ടും അനുഭവിച്ചും വളർന്ന ഒരു വീട്, ആ വീട്ടിലെ പുരുഷൻ, ആ വീട്ടിലെ സ്ത്രീ, അവരുടെയൊക്കെ നിലവാരം, അവരുടെയൊക്കെ കുടുംബജീവിതത്തിലെ അവരുടെ ഒരു പ്രതിഫലനം, ഇതൊക്കെ കുട്ടികളെ സ്വാധീനിക്കും. ഇപ്പോൾ പെൺകുട്ടികളോട് വിവാഹത്തെക്കുറിച്ച് പറയുമ്പോൾ അവരുടെ ഫാദർ എങ്ങനെയായിരുന്നു, അവരുടെ ബ്രദർ എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ അവർ കണ്ട പുരുഷന്മാരൊക്കെ എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ അവർ കണ്ട കുടുംബജീവിതങ്ങളുടെയൊക്കെ ക്വാളിറ്റി എങ്ങനെയായിരുന്നു, ഇതൊക്കെ അവരെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. ആൺകുട്ടികളിൽ പലർക്കും വിവാഹത്തെ പേടിയാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആ പേടിപ്പെടുത്തുന്ന എന്തൊക്കെയോ അവരുടെ വീടുകളിലുണ്ട് എന്നും കൂടി കരുതേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ കുട്ടികളിൽ വരാതിരിക്കാൻ ബാല്യവും കൗമാരവും ഒക്കെ വളരെ എൻറിച്ച് ചെയ്ത് കുറേ കൂടി ജീവിതത്തിൻ്റെ ഒരു ആസ്വാദനമുള്ള രീതിയിൽ അവരെ വളർത്താമെങ്കിൽ ഏറ്റവും നന്നായിരിക്കും എന്നുള്ളതാണ് എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളൊരു അഭിപ്രായം. അതുപോലെ പല പേരൻസും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, കുട്ടികളിൽ എമ്പതി ഇല്ല. നമ്മൾ കരഞ്ഞാൽ പോലും അവർ പ്രതികരിക്കുന്നില്ല, നമ്മൾ എന്ത് വിഷമമോ പറഞ്ഞാലും അതിനോട് അവർക്കൊരു വിഷമവും ഇല്ല, നമ്മൾ എന്ത് ആവശ്യം പറഞ്ഞാലും അതിനോടൊന്നും അവർക്കൊരു ഒരു സെൻസിറ്റിവിറ്റി ഇല്ല. ഇത്തരത്തിലുള്ള ധാരാളം കുട്ടികളെക്കുറിച്ച് പേരൻസ് പറയാറുണ്ട്. ഞാൻ ഇങ്ങനെയുള്ള പല കുട്ടികളെയും വളരെ അടുത്ത് ഇടപഴകാനും അവരോട് അടുത്തറിയാനുമൊക്കെ ശ്രമിക്കുമ്പോൾ പലപ്പോഴും മനസ്സിലായിട്ടുള്ളത്, അവരുടെ കുട്ടിക്കാലത്ത് ആ കുട്ടികളോട് നമ്മളൊട്ടും സെൻസിറ്റീവ് ആയിരുന്നില്ല. അവർക്ക് പലതരത്തിലുള്ള വൈകാരിക ആവശ്യങ്ങളും ഉണ്ടായിരുന്നു, അവർക്ക് പല ഇഷ്യൂസും ഉണ്ടായിരുന്നു, അവർക്ക് പല വേദനകളും ഉണ്ടായിരുന്നു. അപ്പോൾ ചെറുതായിരുന്നപ്പോൾ ആ സമയത്തൊക്കെ അവരെ വിരട്ടിയും അടിച്ചും കളിപ്പിച്ചും
ഒക്കെ പിന്നെ മാതാപിതാക്കൾ അവരെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ വിദേശത്തുള്ള ഒരാൾ എന്നോട് പറയായിരുന്നു, അവിടെ സ്കൂളിൽ ചേർക്കാൻ കൊണ്ടുപോയി കഴിഞ്ഞാൽ, ഇവിടെയൊക്കെ നമ്മൾ LKG ഒരു കുട്ടിയെ സ്കൂളിൽ ചേർത്ത് കഴിഞ്ഞാൽ അവിടെ കൊണ്ടിങ്ങനെ ക്ലാസ്സിലോട്ട് കയറ്റി വിട്ടിട്ട് ഓടിക്കളയുന്ന പേരൻസൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഓടി രക്ഷപ്പെടും. കാരണം കുട്ടി പുറകിന് വരാതിരിക്കാൻ വേണ്ടി കുട്ടിയെ കരയിച്ച് പിടിച്ച് വലിച്ചുകൊണ്ട് പോയി ക്ലാസ്സിലിരുത്തുന്നു, പേരൻ്റ് ഓടിപ്പോകുന്നു. അപ്പോൾ ഈ കുട്ടിക്കൊരു ഇൻസെക്യൂരിറ്റി ആ പ്രായം മുതലേ ഉണ്ട്. മാത്രമല്ല ഈ വിശ്വസിക്കാൻ കൊള്ളാത്തവരാണ് ഈ പേരൻ്റ് ഒരിത് കുട്ടികൾക്ക് ചെറിയ പ്രായത്തിലേ ഉണ്ടാവുകയാണ്. അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന കുട്ടികൾ വളർന്നു വരുമ്പോൾ അവർ എമ്പതറ്റിക്കലാവണമെന്നില്ല. അതേസമയം ജർമ്മനിയിലെ ഒരു പേരൻ്റ് എന്നോട് പറഞ്ഞത്, ആദ്യത്തെ ആഴ്ചകളിലൊക്കെ പേരൻറ്റും കൂടെ പോയി അവിടെ ഇരുന്ന് കുട്ടി പേരൻറ്റിൽ നിന്ന് പതുക്കെ റിലീസ്ഡായി ടീച്ചർമാരുടെ അടുത്ത് ചെന്ന് കംഫർട്ടബിൾ ആകുന്നിടം വരെ പേരൻറ്റിനും അവിടെ ഒരു റോളുണ്ട്. അങ്ങനെ പതുക്കെ ആ ട്രസ്റ്റ് ബിൽഡ് ചെയ്ത് ആ ഒരു ഷിഫ്റ്റ് ഉണ്ടാകും, ട്രാൻസിഷൻ ഉണ്ടാകുന്നിടം വരെ പേരൻറ്റും കൂടെ ആ പിക്ചറിലുണ്ടാവണം. അതിനൊക്കെ അവിടുത്തെ കോർപ്പറേറ്റുകളും അവിടുത്തെ ഓഫീസുകളും ഒക്കെ അതിന് ആ കുട്ടികളുടെ ആ സ്കൂൾ എൻട്രി ടൈമിൽ അവർക്ക് വേണ്ട ലീവും അവർക്ക് വേണ്ട ഫ്ലെക്സ് ടൈമും ഒക്കെ കൊടുക്കാൻ തയ്യാറാണ്. അപ്പോൾ ഓരോ രാജ്യവും കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ പറ്റിയുള്ള എത്ര തീക്ഷ്ണമായ കാഴ്ചപ്പാടുകളാണ് ഓരോ രാജ്യത്തുള്ളത്. നമുക്ക് അങ്ങനെയുള്ള യാതൊരു പരിപാടികളില്ല, വളരെ ക്രൂഡാണ്. കഴിഞ്ഞ ദിവസം ഒരു അമ്മ എന്നോട് പറഞ്ഞതുപോലെ, കൊച്ചിലേക്ക് അവനെ അപ്പനെടുത്തിട്ട് അങ്ങ് അടിക്കുകയാണ്. അടിച്ചിട്ട് പിന്നെ അമ്മയ്ക്ക് അതിനകത്ത് ഇടപെടാൻ പോലും പറ്റില്ല. അമ്മ ഇടപെട്ടാൽ അമ്മയെ അടിക്കും. അങ്ങനെ അച്ഛനും എനിക്ക് രക്ഷയില്ല, അമ്മയും എനിക്ക് രക്ഷയില്ല, ഇവർ രണ്ടുപേരിൽ നിന്നും എനിക്കൊരു സഹായം കിട്ടില്ല എന്ന് അറിഞ്ഞാണ് ഈ കുട്ടി വളർന്നു വരുന്നത്. രണ്ടും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള രണ്ട് പ്രൊഫഷണൽസിൻ്റെ ഒരു മകൻ്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ എന്താണ് ഇവരുടെയൊക്കെ എഡ്യൂക്കേഷൻ? അങ്ങനെ അടി കൊണ്ടും ഇൻസെക്യൂർഡായിട്ടും വളർന്നു വരുന്ന ഒരു കുട്ടി ഒരു ടീനേജിലേക്ക് വരുമ്പോൾ അവനിൽ യാതൊരു വികാരവും കാണത്തില്ല, അവനൊരു എമ്പതി ഉണ്ടാവില്ല. അപ്പോൾ എമ്പതി എനിക്ക് തോന്നുന്നത് നമ്മൾ കുഞ്ഞുങ്ങളിൽ കൾട്ടിവേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മൾ അവരുടെ വിഷയങ്ങളിലും അവരുടെ ആവശ്യങ്ങളിലും അവരുടെ സങ്കടങ്ങളിലും ഒക്കെ നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ പിന്നീട് നമ്മുടെ കൺസേൺസിലേക്ക് അവരും റെസിപ്രോക്കേറ്റ് ചെയ്യും, റെസ്പോണ്ട് ചെയ്യും. ഇങ്ങനെയാണ് എമ്പതി ഉണ്ടാക്കിയെടുക്കേണ്ടത്, അതേ പറ്റുള്ളൂ. പിന്നെ വൈകാരികവും മാനസികവുമായ പ്രശ്നങ്ങളൊക്കെ എമ്പതി ഇല്ലാതാകുന്ന കേസുകളുണ്ട്. അതൊന്നും അല്ലാതെ ജനറലായിട്ട് തന്നെ നല്ല എല്ലാ സവിശേഷതകളും ഉള്ള കുട്ടികളെ പോലും നമ്മൾ അങ്ങനെ ആക്കി തീർക്കുന്നത്, അതൊക്കെ മാൻമെയ്ഡ് ഡിസാസ്റ്ററുകളെന്നേ പറയാനുള്ളൂ. അതുപോലെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, പല കുട്ടികളെക്കുറിച്ചും പറയുന്നതാണ്, അവർ വെളിയിൽ ഭയങ്കര എക്സ്ട്രീംലി ഡീസൻ്റാണ്, സ്കൂളിൽ എക്സ്ട്രീംലി ഡീസൻ്റാണ്, എല്ലാവർക്കും അവരെ വലിയ കാര്യമാണ്, സ്കൂളിൽ നിന്നൊന്നും യാതൊരു കംപ്ലൈൻറ്റും ഇല്ല, പക്ഷെ അവരെ വീട്ടിൽ സഹിക്കാൻ വയ്യ, വീട്ടിൽ വലിയ പ്രശ്നമാണ്, വീട്ടിൽ ഭയങ്കരമായ നിർബന്ധമാണ്, ഭയങ്കരമായ കുരുത്തക്കേടാണ്, വീട്ടിൽ യാതൊരു തരത്തിലും അവരെ കൈകാര്യം ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന ധാരാളം പേരൻസ് ഉണ്ട്. ഞാൻ അത്തരം പേരൻസിനോട് ചോദിക്കുന്നൊരു കാര്യം, ഇത് തിരിച്ചാണെങ്കിൽ നിങ്ങൾ ഹാപ്പിയാണോ? വീട്ടിൽ വളരെ മാന്യനായിട്ടിരിക്കുകയും സ്കൂളിൽ പോയി എല്ലാം അടിച്ചു തീർക്കുകയും അല്ലെങ്കിൽ പുറത്തെല്ലാം വലിയ കുഴപ്പക്കാരനാകുകയും ചെയ്യുന്നതാണോ നല്ലത്? എപ്പോഴും ഇത് തന്നെയല്ലേ കുറേ കൂടെ നല്ലത്? ഇനി എന്തുകൊണ്ടാണ് വീട്ടിൽ ഇത്തരം കുട്ടികൾ കംഫർട്ടബിൾ ആകാത്തത്? അതിന് പല റീസൺസും ഉണ്ട്. ഒന്ന് പ്രധാനമായിട്ടും ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അവർക്ക് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് അവരുടെ ആ ജെന്യുവിനായിട്ടുള്ള വികാരങ്ങളൊക്കെ ഒന്ന് വെൻറ്റിലേറ്റ് ചെയ്യണം. അതിന് ഏറ്റവും കംഫർട്ടബിളായിട്ടുള്ള സ്ഥലം വീടാണ് എന്ന് കാണുന്നത് കൊണ്ടാണ് അവർ വീട്ടിൽ വരുമ്പോൾ വീട്ടിൽ അവരുടെ ജെന്യുവിനായിട്ടുള്ള വികാരങ്ങളൊക്കെ വെൻറ്റിലേറ്റ് ചെയ്യുന്നത്. പുറത്തെല്ലാം അവർക്ക് ഒരു സോഷ്യലി പിന്നെ അമിക്കബിളായിട്ടും സോഷ്യലി ഡീസൻ്റായിട്ടും ഇരിക്കാൻ അവർ ശ്രമിക്കുന്നു. അത് നല്ല ഒരു ക്വാളിറ്റി അല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും വീട്ടിൽ വരുമ്പോൾ അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതെന്താണെന്നൊന്ന് മനസ്സിലാക്കാൻ പലപ്പോഴും പേരൻസ് ശ്രമിക്കാറില്ല. പലപ്പോഴും വീട്ടിൽ കുട്ടികൾ ഭയങ്കരമായ ടാൻഡ്രമൊക്കെ കാണിക്കുന്ന ഒരു അറ്റൻഷൻ സീക്കിങ് ബിഹേവിയറാണ്. അവർക്ക് എന്തൊക്കെയോ വേണം, അത് അവർക്ക് കിട്ടുന്നില്ല. അത് ചില അൺമെറ്റ് നീഡ്സിനെതിരെയുള്ള ചില പോരാട്ടങ്ങളാണ്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് കൂടുതൽ സ്നേഹവും കൂടുതൽ കെയറും ഒക്കെ കൊടുക്കുക, അവരെ കൂടുതൽ മനസ്സിലാക്കി അവരുമായിട്ട് കൂടുതലായിട്ടിരുന്ന് സംസാരിക്കുക, ഒരു ക്വാളിറ്റി ടൈമൊക്കെ അവർക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് കൊടുക്കുകയും ഒക്കെ ചെയ്യേണ്ടത് ആവശ്യമാണ്. ചില വീടുകളിൽ അമ്മയ്ക്ക് അത് കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അപ്പൻ ആ ഒരു സ്പേസിലോട്ട് കയറി ചെന്ന് ആ കുട്ടിയുമായിട്ട് കൂടുതൽ സമയം ചിലവഴിക്കുക. അപ്പം ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത്, പല വീടുകളിൽ ഇതെല്ലാം അമ്മയുടെ ജോലിയാണ്, അപ്പന് ഇതിലൊന്നും ഒരു റോളും ഇല്ല. അപ്പൻ്റെ ഒരേ ഒരു പരിപാടി എന്ന് പറയുന്നത് എന്തെങ്കിലും കുഴപ്പം വന്നു കഴിയുമ്പോൾ അമ്മയുടെ
കുറേ കുറ്റങ്ങൾ പറയുക, അതൊന്നും ഈ കാലഘട്ടത്തിൽ ഒരു പ്രയോജനവും ഉണ്ടാവില്ല. ഈ കാലഘട്ടത്തിൽ നമുക്ക് കുഞ്ഞുങ്ങൾ മിടുക്കരാവണമെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ അപ്പനും അമ്മയും കൂടി നല്ല രീതിയിൽ അവരെ മനസ്സിലാക്കാനും അവർ വീട്ടിൽ വന്നിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിന് കാരണം ചിലപ്പോൾ അവർക്ക് കളിക്കാൻ അവരെ ശരിയായിട്ട് ഓടിച്ചാടി കളിപ്പിക്കാത്തതുകൊണ്ടായിരിക്കും. അവർക്ക് കളിക്കാൻ പോലുള്ള അവസരങ്ങൾ കാണില്ല. ചിലപ്പോൾ ഇളയ കുട്ടികളോടാണ് കൂടുതൽ ഇഷ്ടമെന്നൊക്കെയുള്ള തോന്നൽ കൊണ്ട് കുട്ടികൾ അങ്ങനെയൊക്കെ കാണിക്കാൻ സാധ്യതയുണ്ട്. ചില കുട്ടികൾക്ക് ആവശ്യത്തിനുള്ള സ്നേഹവും കെയറും ഒന്നും കിട്ടാത്തതുകൊണ്ടായിരിക്കാം. ചില കുട്ടികളിൽ ഹൈപ്പർ ആക്റ്റീവ്നെസ്സും അറ്റൻഷൻ ഡിസോർഡറും ഒക്കെ ആയിട്ടുള്ള പ്രശ്നങ്ങൾ കാണാം. ചില മാനസികമായ പ്രശ്നങ്ങളോ വൈകാരിക പ്രശ്നങ്ങളോ ഒക്കെ കാണാം. അപ്പോൾ എന്താണ് ആ കുട്ടിയുടെ പ്രോബ്ലം? കുട്ടി പുറത്ത് അമിക്കബിളായിട്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഒരു ഫിയർ കൊണ്ടും കൂടിയാണ്. കാരണം ചെറിയ പ്രായത്തിൽ പുറത്തൊക്കെ അവർ ഡീസൻ്റായിട്ടിരിക്കുന്ന ഒരു ഫിയർ ഫാക്ടറോട് ഉള്ളതുകൊണ്ടാണ്. വീട്ടിൽ വരുമ്പോൾ ആ ഫിയർ പതുക്കെ നഷ്ടപ്പെടുന്നു ഉള്ളതും കൂടെ ഒരു വലിയ കാര്യമാണ്. പക്ഷെ അങ്ങനെയല്ല ഇതിനെ കാണേണ്ടത്. കുട്ടിക്ക് എന്തൊക്കെയോ ഇഷ്യൂസ് ഉണ്ട്, അല്ലെങ്കിൽ കുട്ടി എന്തൊക്കെയോ ഡിസ്റ്റർബ്ഡ് ആണ്, അല്ലെങ്കിൽ കുട്ടിക്ക് എന്തോ ആശ്വാസമില്ല, സന്തോഷമില്ല. അതെങ്ങനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാം? അതിന് കൂട്ടായ പ്രവർത്തനങ്ങൾ മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാവണം. നിങ്ങൾക്കത് പരിഹരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നല്ലൊരു എക്സ്പേർട്ടിൻ്റെ ഒരു ഒപ്പീനിയൻ എടുക്കണം. ഇങ്ങനെയൊക്കെയാണ് അത്തരം കുട്ടികളെ നമ്മൾ റീഫോം ചെയ്ത് കൊണ്ടുവരേണ്ടത്. അതുപോലെ വളരെയധികം പേരൻസ് പറയുന്ന ഒരു കാര്യമാണ് കുട്ടി തിരിച്ചു പറയുന്നു, കുട്ടി ഇപ്പോൾ ഓരോന്നൊക്കെ എടുത്തെറിയുന്നു, ഭയങ്കര ദേഷ്യം കാണിക്കുന്നു എന്നൊക്കെ പറയാറുണ്ട്. ഈ കുട്ടികളിങ്ങനെ ദേഷ്യം കാണിക്കുകയും തിരിച്ചു പറയുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്റ്റേജിലേക്ക് കുട്ടികൾ എങ്ങനെയാണ് വന്നത്? കുട്ടി ജനിച്ചപ്പോൾ തന്നെ അങ്ങനെ ആയിരുന്നു? കുട്ടി അല്ലെങ്കിൽ ഇപ്പം മേളിൽ നിന്ന് പൊട്ടി വീണിട്ട് അങ്ങനെ പറയാൻ തുടങ്ങിയാണോ? തീർച്ചയായിട്ടും തിരിച്ചു പറയുന്ന ഒരു കുട്ടിയുടെ വീട്ടിൽ ഞാൻ പലപ്പോഴും പേരൻസിനോട് ചോദിക്കാറുണ്ട്, നിങ്ങളുടെ വീട്ടിൽ മുതിർന്നവരിൽ അച്ഛനും അമ്മയിലും ആരാണ് ഈ തിരിച്ചു പറയുന്നത്? അച്ഛനും അമ്മയിലും ആരാണ് ഈ ഭയങ്കരമായി ദേഷ്യം കാണിക്കുന്നത്? സ്വാഭാവികമായിട്ടും അവിടെ അങ്ങനെ ഒരാൾ കാണും. ഒന്നുകിൽ അച്ഛൻ അങ്ങനെ ആയിരിക്കും, അമ്മ അങ്ങനെ ആയിരിക്കും. അപ്പോൾ അതൊക്കെ തന്നെയാണ് കുട്ടികൾ കണ്ടു വളരുന്നത്. അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസിൻ്റെ അത്തരം ശീലങ്ങൾ അവർ കണ്ടു വളരുന്നുണ്ടായിരിക്കാം. ഇല്ലെങ്കിൽ കുട്ടിക്ക് എന്തെങ്കിലും അസ്വസ്ഥതകളോ പ്രയാസങ്ങളോ ഒക്കെ കാണും. അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അമിതമായി നമ്മൾ കുട്ടികളെ ചെറിയ പ്രായത്തിലൊക്കെ ആക്ഷേപിക്കുകയും ചെറിയ പ്രായത്തിലൊക്കെ അമിതമായി ശിക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്ന കുട്ടികൾ ഒന്നുകിൽ അവർ വളർന്നു വരും തോറും അവർ ധൈര്യം ആർജിച്ച് നമുക്കെതിരെ തിരിയും. അതൊരു പ്രശ്നമാണ്. ഒരു ടീനേജിലേക്കൊക്കെ വരുമ്പോഴത്തേക്ക് അവർ നമുക്കെതിരെ അവരോട് നമ്മൾ കാണിച്ചതെല്ലാം നമ്മളോട് തിരിച്ച് കാണിക്കാൻ തുടങ്ങും. ബുദ്ധിയുള്ള ജ്ഞാനമുള്ള മാതാപിതാക്കൾ അവർ വളരുന്നതിനനുസരിച്ച് അത്തരം കാര്യങ്ങളൊക്കെ മൈൽഡാക്കി അവരുമായിട്ട് കൂടുതൽ അണ്ടർസ്റ്റാൻഡിങ് ബിൽഡ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അതുപോലെ വേറൊരു വലിയ അപകടം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ കുട്ടികളോട് കാണിക്കുന്ന ഹാർഷായിട്ടുള്ള ബിഹേവിയറുകൾ ആ കുട്ടികൾ അതിൻ്റെ യങ് വൺസിനോട് അല്ലെങ്കിൽ അതിൻ്റെ സിബിളിങ്സിനോട്, ചെറിയ കുഞ്ഞുങ്ങളോട് കാണിക്കും. പലപ്പോഴും ഈ മൂത്ത കുട്ടികളോട് നമ്മൾ കാണിക്കുന്ന മോശമായ പല കാര്യങ്ങൾ ഈ മൂത്ത കുട്ടികൾ ഇളയ കുട്ടികളോട് കാണിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ വലിയ അപകടം പിടിച്ച കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൊക്കെ വളരെ ബുദ്ധിപരമായി മാതാപിതാക്കൾ നീങ്ങേണ്ടത് വളരെ ആവശ്യമാണ്. കുട്ടികളിലുണ്ടാകുന്ന എല്ലാ കാര്യങ്ങൾക്കും എന്തെങ്കിലും ഒരു റീസൺ കാണും, അല്ലെങ്കിൽ അവരെ സ്വാധീനിക്കുന്ന ഏതെങ്കിലും ഒരു എക്സാമ്പിൾ ആ കുടുംബത്തിൽ തന്നെ കാണും. എന്തായാലും ഒരു കാരണവും ഇല്ലാതെ ഒന്നും സംഭവിക്കുന്നില്ല. ഇനി അല്ലാതെ ജനറ്റിക് ഫാക്ടേഴ്സ് ഉണ്ട്, എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ഉണ്ട്. ഇങ്ങനെയൊക്കെ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ, എന്ത് കാര്യത്തിനും ദർ ഈസ് എ റീസൺ ബിഹൈൻഡ് ഇറ്റ്. അപ്പോൾ നമ്മൾ കുട്ടികളുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ പാനിക്കാവേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ അതിനെ നമ്മൾ നമ്മുടേതായ രീതിയിൽ അടിച്ചമർത്താനൊക്കെ ശ്രമിക്കാതിരിക്കുക. അതെന്താണെന്ന് മനസ്സിലാക്കി അതിനെ കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും കുട്ടികൾ നല്ല രീതിയിലേക്ക് റീഫോം ചെയ്തു വരും. നിങ്ങൾക്കത് സ്വന്തമായിട്ട് മനസ്സിലാക്കാനും റീഫോം ചെയ്യാനും കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രൊഫഷണൽ ഹെൽപ്പൊക്കെ എടുക്കുന്നത് വളരെ നന്നായിരിക്കും. കാരണം ഈ സൗകര്യങ്ങളൊക്കെ ലോകത്ത് മനുഷ്യന് വേണ്ടിയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഒരു സൈക്കോളജിസ്റ്റിനെ കാണാനോ സൈക്യാട്രിസ്റ്റിനെ കാണാനോ അല്ലെങ്കിൽ ഒരു തെറാപ്പിസ്റ്റിനെ കാണാനോ ഒന്നും ഈ കാലഘട്ടത്തിൽ മടിക്കേണ്ട യാതൊരു കാര്യങ്ങളുമില്ല. കാരണം പണ്ട് കാലത്തൊക്കെ പേരൻസിനെയൊക്കെ ഓറിയൻറ്റ് ചെയ്യാനുള്ളൊരു സിസ്റ്റം കുടുംബത്തിനുള്ളിലും സമൂഹത്തിലുമൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല. ആരും ആരുടെയും കാര്യത്തിൽ ഇടപെടുന്നില്ല. അപ്പോൾ അമ്മയിലോ അച്ഛനിലോ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ പേരൻറ്റിങ്ങിൽ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ആ കുറവുകളെല്ലാം കുട്ടിയിൽ റിഫ്ലക്റ്റ് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതുകൊണ്ട് ഒരിക്കലും ഇതെല്ലാം വെച്ചുകൊണ്ടിരുന്ന കുട്ടിയെ കൂടുതൽ കോംപ്ലിക്കേറ്റ് ചെയ്യാതെ ആസ് ഏർലി ആസ് പോസിബിൾ എത്രയും ചെറുപ്പത്തിൽ തന്നെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് കോർഡിയലാക്കി ഹാപ്പിയാക്കി കുട്ടികളെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നോ അത്രയും നല്ലത്. ഇത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു യൂട്യൂബ് കമ്മ്യൂണിറ്റിയിൽ നല്ല ചർച്ചകളൊക്കെ നടക്കുകയൊക്കെ ചെയ്യുന്നതിൽ സന്തോഷം. പേരൻസൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾ തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഉത്തരം തരാനായിട്ട് ശ്രമിച്ചത്. എല്ലാവർക്കും സന്തോഷം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഹാപ്പി ലിവിങ്. താങ്ക് യു.